ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകൾക്ക് 100% വിജയത്തിളക്കം. തൃശൂർ ജില്ലയിൽ കൂടുതൽ കുട്ടികൾ മുഴുവൻ A+ നേടിയ സ്കൂളുകളിൽ രണ്ടാം സ്ഥാനവുമായി ചേർപ്പ് CNN ഗേൾസ് സ്കൂൾ. 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയമാണ് ചേർപ്പ് CNN ഹൈസ്കൂൾ ഉൾപ്പെടെ വിവിധ സ്കൂളുകൾ നേടിയത്. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിന് തുടർച്ചയായ 15ാം വർഷവും 100% വിജയ മുന്നേറ്റം. ഇത്തവണ പരീക്ഷ എഴുതിയ 252-ൽ 252 കുട്ടികളും വിജയിച്ചാണ് സ്കൂളിനെ അംഗീകാര നിറവിലെത്തിച്ചത്. പരീക്ഷ എഴുതിയ 252-ൽ 48 കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത്. ഇതോടെ കൂടുതൽ കുട്ടികൾ A+ നേടിയ സ്കൂളുകളിൽ തൃശൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനവുമായി മികച്ച നേട്ടമാണ് CNN ഗേൾസ് സ്കൂൾ സ്വന്തമാക്കിയത്. വിജയത്തിൽ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രധാന അധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ മധുരം നൽകി അഭിനന്ദിച്ചു. CNN ഗേൾസ് ഹൈസ്കൂൾ ഈ വർഷവും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയ 252 കുട്ടികളിൽ 252 പേരും പാസ്സായി എന്നുള്ളത് വളരെ അഭിമാനാർഹമായ വിജയമാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ 10-12 വർഷമായിട്ട് CNN ഗേൾസ് ഹൈസ്കൂൾ 100% വിജയമുണ്ട്. ഈ വർഷവും 100% വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. മൊത്തം കേരളത്തിൽ A+ൻ്റെ എണ്ണം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കിട്ടിയ A+ ഇല്ലെങ്കിലും തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മൾ രണ്ടാം സ്ഥാനത്താണ്. 48 ഫുൾ A+ ഉണ്ട്. ചെറുപ്പ് സബ് ജില്ലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. ഈ വിജയം നേടുന്ന എല്ലാ കുട്ടികളെയും അതുപോലെ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ അധ്യാപകരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളും 100% വിജയത്തിളക്കം നിലനിർത്തി. ഇത്തവണ പരീക്ഷ എഴുതിയ 285 കുട്ടികളും വിജയത്തേരിലേറി. 21 കുട്ടികളാണ് മുഴുവൻ A+ നേടിയത്. വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരെ പ്രധാന അധ്യാപിക രജനി അഭിനന്ദിച്ചു. ഈ അധ്യയന വർഷത്തിൽ 285 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. അതിൽ 285 പേരും വിജയിച്ച് 100% കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. അതുപോലെ തന്നെ 21 ഫുൾ A+ നേടാനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല മികച്ച വിജയം തന്നെയാണ് നമ്മുടെ വിദ്യാലയം ഈ വർഷം കൈവരിച്ചിട്ടുള്ളത്. അതിനായി പരിശ്രമിച്ച എല്ലാ അധ്യാപകരും, അനധ്യാപകരും, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരോടും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും 100% വിജയം സ്വന്തമാക്കി. ഇത്തവണ പരീക്ഷ എഴുതിയ 54 കുട്ടികളെയും വിജയിപ്പിച്ചാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപരിപഠനത്തിന് അർഹരാക്കിയത്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ KR നവമി കൃഷിക്ക് സ്കൂളിൽ പ്രത്യേകം അനുമോദനം ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, PTA പ്രസിഡന്റ് MS അലക്സി, പ്രധാന അധ്യാപിക K ജില്ലി ജോസ്, MPTA പ്രസിഡന്റ് സജിത, SMC, OSA പ്രതിനിധികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകിയുള്ള അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ വിദ്യാലയത്തിന് നമ്മൾ 100% 4ാം തവണയും ഈ വിദ്യാലയത്തിലേക്ക് നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഇന്ന് ഫുള്ള് A+ നേടിയ നവമിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വിദ്യാലയം മറ്റു ഏതു ഒരു വിദ്യാലയത്തിനെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും ഇന്ന് നമ്മൾ അക്കാദമിക നിലത്തിൽ പോലെ തന്നെ മറ്റു കലാകായിക രംഗത്ത് എല്ലാ മേഖലകളിലും തിളക്കമാർന്ന വിജയം നേടിയിട്ടാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ വിജയത്തിൽ ഏറെ ഇതിന് മുൻകൈ നൽകിയ പ്രധാന അധ്യാപകരെയും അതുപോലെ തന്നെ PTA, MPTA അംഗങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിളക്കമാർന്ന ഒരു വിജയം നമുക്ക് ഇന്ന് നേടിത്തന്ന ദിവസമാണ്. 25-26 അധ്യയന വർഷത്തെ SSLC റിസൾട്ട് വന്നു. എല്ലാ മക്കൾക്കും നല്ലൊരു വിജയം, എബവ് D+ എന്നുള്ള ഒരു വിജയം തന്നെ ഓരോരുത്തരും നേടിയിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. ഫുൾ A+ കിട്ടിയതിന് സന്തോഷമുണ്ട്. സ്കൂളില് സപ്പോർട്ട് ഒരുപാടുള്ള കാരണമാണ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചേഴ്സൊക്കെ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ക്ലാസ്സുകളൊക്കെ ആയാലും ഒരുപാട് എല്ലാവരും സപ്പോർട്ട് കാരണം തന്നെയാണ്. പിന്നെ വീട്ടിലായാലും എല്ലാം. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും ഇത്തവണത്തെ SSLC പരീക്ഷയിൽ 100% വിജയം നേടി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണ ലഭിച്ചത് 99.05% വിജയമാണ്.
പരീക്ഷ എഴുതിയ 222 കുട്ടികളിൽ 221 കുട്ടികളും വിജയം നേടി. ഇതിൽ 24 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത്.